ഇന്ത്യയെ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ. രക്തസാക്ഷികളുടെ ഓരോ തുള്ളി രക്തത്തിനും പകരം വീട്ടുമെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. അതേസമയം പാക് പ്രകോപനത്തിനെതിരെ തിരിച്ചടിക്കാൻ പൂർണ്ണ അനുമതി നൽകി കരസേനാ മേധാവി. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, ഒരു വശത്ത് ഈ തീവ്രവാദ ക്യാമ്പുകൾ ഉണ്ടെന്നുള്ളൊരു ആരോപണങ്ങളെ പാകിസ്ഥാൻ നിഷേധിക്കുന്നു. അതേസമയം രക്തസാക്ഷികളെന്നുകൂടി ഈ കൊല്ലപ്പെട്ട ഭീകരരെ പാക് പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുന്നു. വർഷ തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ യാതൊരു പങ്കുമില്ല എന്ന കാര്യമായിരുന്നു പാകിസ്ഥാൻ നേരത്തെ ഒരു അവകാശവാദം ഉന്നയിച്ചത്. ഇത്തരത്തിൽ ഭീകരർക്ക്, അതായത് പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർക്ക് പാകിസ്ഥാനുമായി ബന്ധമില്ല എന്നുള്ള കാര്യമായിരുന്നു പാക് പ്രധാനമന്ത്രിയും അതോടൊപ്പം പ്രതിരോധ മന്ത്രിയും ഒക്കെ തന്നെയും സൂചിപ്പിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായിട്ടൊരു തിരിച്ചടി ഇന്ത്യ നൽകുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇതുവരെയും യാതൊരുവിധ പ്രകോപനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ഉണ്ടായിരുന്നില്ല. ഈ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും പ്രകോപനപരമായിട്ടുള്ള സമീപനം അല്ലെങ്കിൽ നടപടി ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ട് തിരിച്ചടിക്കാൻ ഇന്ത്യൻ കരസേനാ മേധാവി അനുവാദം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം പോലെ അല്ലെങ്കിൽ ഒരു പ്രതികരണം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഈ ഒരു സിന്ദൂർ നടപടിക്കെതിരെ കൃത്യമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നത്. രക്തസാക്ഷികളുടെ ഓരോ തുള്ളി രക്തത്തിനും തങ്ങൾ പകരം വീട്ടും. ഉചിതമായി മറുപടി എങ്ങനെ നൽകണമെന്ന് തങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതിനുവേണ്ടിയുള്ള ആസൂത്രണങ്ങൾ ഞങ്ങൾ ഇതിനോടകം തന്നെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സേന സജ്ജമാണ് എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. പ്രത്യേകിച്ചും നാവികസേന, കരസേന, വ്യോമസേനയുടെ എല്ലാ വിഭാഗങ്ങളിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും അതിനോടകം തന്നെ ഈ പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചടിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെയും വലിയ സുരക്ഷ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ മേഖലകളിലുള്ളവരൊക്കെ തന്നെയും മാറ്റിപ്പാർപ്പിക്കുകയും അതോടൊപ്പം പാകിസ്ഥാന്റെ പ്രകോപനം തടയുന്നതിനാവശ്യമായിട്ടുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലൊരു പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടുള്ളത്. അതേസമയം ഏതെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടിക്കും എന്നുള്ള ഒരു കാര്യം നേരത്തെ തന്നെ സൈന്യം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ഒരു അടിസ്ഥാനത്തിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും അതോടൊപ്പം ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള അനുവാദം നേരത്തെ തന്നെ സൈന്യ മേധാവികൾക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ മേഖലകളിലൊക്കെ തന്നെയും ശക്തമായിട്ടുള്ള സുരക്ഷാ സന്നാഹം ഒരുക്കിയിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു അടിയന്തര ഘട്ടത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കാൻ തന്നെയാണ് 3 സേനാ വിഭാഗങ്ങളുടെയും മേധാവികൾ ഇപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് അനുവാദം നൽകിയിരിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായി തിരിച്ചടി നൽകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാടും. നിരപരാധികളായ സിവിലിയൻസിനെയാണ് ഇന്ത്യ ആക്രമിച്ചത് എന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുമ്പോഴും കൊല്ലപ്പെട്ട ഓരോ ഭീകരവാദികളെയും രക്തസാക്ഷികളെന്നാണ് ഇപ്പോൾ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വ്യക്തമാക്കുന്നത് എന്നതുകൂടിയുണ്ട്. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.